കഴിഞ്ഞ മാർച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ സലാല സർവീസുകൾ ഇതുവരെയും പുനരാരംഭിച്ചില്ല. ജൂൺ 12ഓടെയാണ് സലാലയിൽ വാർഷിക സ്കൂൾ അവധി ആരംഭിക്കുന്നത്. എന്നാൽ ഇതുവരെയും സർവീസ് പുനരാരംഭിക്കുമെന്ന സൂചന ഇല്ലാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രവാസികൾ. കഴിഞ്ഞ മാർച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ സലാല സർവീസുകൾ ഇതുവരെയും എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിക്കാതായതോടെ മലയാളി പ്രവാസികൾ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. ജൂൺ 12ഓടെയാണ് സലാലയിൽ വാർഷിക സ്കൂൾ അവധി ആരംഭിക്കുന്നത്. എന്നാൽ സർവീസ് പുനരാരംഭിക്കുമെന്ന ഒരു സൂചനയും ഇതുവരെയും നൽകിയിട്ടില്ല. മസ്കറ്റിൽ നിന്ന് നേരത്തെ റദ്ദു ചെയ്ത സർവീസുകൾ പുനരാരംഭിച്ചിട്ടും സലാലയോടുള്ള അവഗണന തുടരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും നടത്തിയിരുന്ന സർവീസുകളായിരുന്നു മലയാളികളുടെ ആശ്വാസമാർഗം. ഇതാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ അവസാനിപ്പിച്ചത്. ഉയർന്ന നിരക്കിൽ മസ്കറ്റ് വഴി നാട്ടിലേക്കുള്ള യാത്ര സാധാരണ പ്രവാസി കുടുംബങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ മാറിയ സാഹചര്യത്തിൽ വൈകാതെ തന്നെ സർവീസുകൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സലാലയിലെ പ്രവാസികൾ. അതിനിടെ ആഭ്യന്തര സർവീസുകളിലും നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. ഇന്ധന വിലക്കയറ്റം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് നിയന്ത്രണം കൊണ്ടുവരിക. നേരത്തെ അന്താരാഷ്ട്ര സർവീസുകളും വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സർവീസ് റദ്ദാക്കുന്നതിൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നടപടിയുണ്ടാകുമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.